ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. രാജ്യത്തിന്റെ ഐക്യത്തിന്റെ അടിസ്ഥാനശിലയാണ് ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചകൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാനാത്വത്തിൽ ഏകത്വം എന്നത് രാജ്യത്തിന്റെ സവിശേഷതയാണെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവാണെന്ന് ചൂണ്ടിക്കാട്ടി. ഭരണഘടനാ ശില്പികളെ അനുസ്മരിച്ച് നടത്തിയ തന്റെ പ്രസംഗത്തിൽ അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണെന്നും പ്രധാനമന്ത്രി വിമർശനമുന്നയിച്ചു. ശക്തമായ ജനാധിപത്യവും സാമ്പത്തിക വളർച്ചയും രാഷ്ട്രപുരോഗതിക്ക് അവിഭാജ്യ ഘടകമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ പോസ്റ്റ് ആന്റ് ടെലികമ്മ്യൂണിക്കേഷൻസ് അക്കൌണ്ട്സ് ആന്റ് ഫിനാൻസ് സർവീസസിന്റെ 50ാമത് സ്ഥാപക ദിനാഘോഷവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ വിഭാഗങ്ങൾ തമ്മിൽ ഏകോപിതമായ പ്രവർത്തനം ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ഈടില്ലാത്ത കാർഷിക വായ്പകളുടെ പരിധി 1.6 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായി ഉയർത്തി റിസർവ് ബാങ്ക്. അടുത്ത മാസം 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. കർഷകർക്ക് ധനലഭ്യത ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന ധനമന്ത്രാലയത്തിന്റെ തീരുമാനത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. നാളിതുവരെ വിജിഎഫ് ഗ്രാന്റിന്റെ കാര്യത്തിൽ പുലർത്തിവന്ന നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രം ഗ്രാന്റായി നൽകിയ തുക വായ്പയായി പരിഗണിക്കേണ്ടതല്ലെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ 3 ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ഇന്ത്യ ഇക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2035ഓടെ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ബഹിരാകാശ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ പാതയിലാണ് ഇന്ത്യയെന്നും കൂട്ടിച്ചേർത്തു. പാലക്കാട് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടത്തെ അപകടസ്ഥലം ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സന്ദർശിച്ചു. റോഡിന് അടിയന്തരമായ നവീകരണം ആവശ്യമുണ്ടെന്നും ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹൈവേ അതോറിറ്റിയിൽ നിന്നും ഇതിനാവശ്യമായ പണം ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ റോഡ് സുരക്ഷാ അതോറിറ്റി നവീകരണം നടത്തുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് അറിയിച്ചു. വയനാട് ദുരിതാശ്വാസത്തിനായി പ്രതിപക്ഷവും സർക്കാരും ശക്തമായി ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം ധനസഹായം നൽകിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ദുരന്ത നിവാരണം കേന്ദ്രത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്നും ശ്രീ സതീശൻ പറഞ്ഞു. അതിനിടെ രക്ഷാദൌത്യത്തിന് വ്യോമസേന പണം ചോദിച്ചെന്ന പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ പറഞ്ഞു. വ്യോമസേനയുടെ ബില്ല് നടപടിക്രമം മാത്രമാണെന്നും അദ്ദേഹം കോട്ടയത്ത് വ്യക്തമാക്കി. ജലനിരപ്പ് ഉയർന്നതോടെ കൊല്ലം തെന്മല പരപ്പാർ ഡാമിന്റെ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ആവശ്യമെങ്കിൽ 60 സെന്റിമീറ്റർ വരെ ഷട്ടറുകൾ ഉയർത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കല്ലടയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ലൈഫ് ഭവന പദ്ധതി പട്ടികയിലെ മുഴുവൻ പേർക്കും വീട് നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. എറണാകുളം ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് വീടുകളുടെ താക്കോൽ കൈമാറ്റം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഏഷ്യ കപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. സെമിയിൽ 1-3 ഗോളുകൾക്ക് ജപ്പാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ചൈനയും ദക്ഷിണ കൊറിയയും തമ്മിൽ നടക്കുന്ന സെമി പോരാട്ടത്തിലെ വിജയിയായിരിക്കും ഇന്ത്യയുടെ ഫൈനലിലെ എതിരാളി. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. കൊൽക്കത്തയിലാണ് മത്സരം. ബംഗളൂരുവിൽ ഇന്ന് നടന്ന ബംഗളൂരു എഫ്.സി ഗോവ മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. ബ്രിസ്ബെയിനിലെ ഗബ്ബയിൽ നടക്കുന്ന ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് 3ാം ടെസ്റ്റിലെ ആദ്യദിന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കളി നിർത്തുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയരായ ഓസ്ട്രേലിയ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 28 റൺസ് നേടിയിട്ടുണ്ട്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും നിലവിൽ ഓരോ കളികൾ വിജയിച്ച് സമനിലയിലാണ്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഫൈനൽ റൌണ്ട് പോരാട്ടങ്ങൾക്ക് ഹൈദരാബാദിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെ 1-0 മണിപ്പൂർ തോൽപ്പിച്ചു. നാളെ രാവിലെ ഗോവയ്ക്കെതിരായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. സംസ്ഥാനത്ത് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാൻ തൊഴിൽ വകുപ്പ് ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സംസ്ഥാനങ്ങളുടെ സ്ഥിതിവിവരക്കണക്കുകളുടെ ഹാൻഡ്ബുക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗ്രാമീണ തൊഴിലാളി വേതനമുള്ള സംസ്ഥാനമായി കേരളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി.
സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.